പ്രിയപ്പെട്ടവരെ, ഇതാണ് പാർത്ഥവം, എൻ്റെ സ്വപ്ന വീട്. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വെട്ടുകല്ലുകൾ കൊണ്ട് പണിത ഒന്നാണ്. ഞാനും നിങ്ങളെപ്പോലെ ആദ്യം സാധാരണ രീതിയിലുള്ള കോൺക്രീറ്റ് ഭവനങ്ങൾ നിർമ്മിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോഴാണ് എക്കോ ഫ്രണ്ട്ലി വീടുകളുടെയും കണ്ണൂർ വെട്ടുകല്ല് വീടുകളുടെയും സാധ്യതകളെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞത്. അവിടെ നിന്നും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ നിർമ്മിച്ച ഒരു വീടാണിത്. ഞാനിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ചില സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഈ കളർഡായിട്ടുള്ള ഗ്ലാസുകൾ കൊണ്ടുണ്ടാക്കിയ ജനലാണ്. ഇത് 1980-90 കാലഘട്ടങ്ങളിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഒത്തിരി അധികം യൂസ് ചെയ്തിരുന്ന ഒന്നാണ്. പക്ഷേ അതിന് ശേഷം അതെല്ലാം മറന്നു. നിങ്ങൾ നോക്കൂ, ഈ ഒരു ജനലിൻ്റെ സൗന്ദര്യം നോക്കൂ. ഇത് ഒരു LED ലൈറ്റ് ഇടുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റീരിയറുകാരൻ ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടുള്ള ഗ്ലാസ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗശൂന്യമായ ബിയർ ബോട്ടിൽ കൊണ്ട് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ട് വർക്കാണിത്. നിങ്ങൾ കണ്ടറിയാം, ഇതാണ് ഒരു ബോട്ടിൽ ആർട്ട് വർക്കാണിത്. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇതൊരു വെറൈറ്റി ആയിപ്പോയി. 100-ൽ 100 പേരും ഒരേ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒരാളെങ്കിലും വഴിമാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് വെറൈറ്റി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, ഇത് ഉപയോഗശൂന്യമായ ബിയർ ബോട്ടിലുകളാണ്. ആ നടുക്ക് വെച്ചിരിക്കുന്നത് സീസർ എന്ന് പറയുന്ന ബ്രാൻഡി, അത് മദ്യത്തിൻ്റെ കുപ്പിയാണ്. ഇത് ഞാൻ മുകളിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ബേ വിൻഡോയാണ്. ബേ വിൻഡോ പ്ലസ് ഒരു ഗ്ലാസോട് കൂടിയിട്ടുള്ള സ്ട്രക്ചറാണിത്. ഇവിടെ ഇരിക്കാനും ഇവിടെ കിടക്കാനും ഇവിടെ പുസ്തകം വായിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ചില രീതികൾ, അതായത് ഗ്ലാസ് പോലെയുള്ള ചില രീതികൾ ഇപ്പോൾ നമ്മൾ പാടെ മറന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീടുകളിൽ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നോക്കൂ, ഇതെല്ലാം ബിയർ ബോട്ടിലുകളാണ്. ബിയർ ബോട്ടിലുകൾ, ഉപയോഗശൂന്യമായ സാധനങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിന് കൂടുതലായിട്ടുള്ള LED ലൈറ്റുകളുടെ വർണ്ണപ്രപഞ്ചമില്ല, പല കളറിലുള്ള LEDകളില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ 2 റിഫ്ലക്ഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ലൈറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ 1, 2, 3, 4 ലൈറ്റുകൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് കൃത്യമായി റിഫ്ലക്ഷൻ കിട്ടുന്ന പോയിൻറ്റുകളിൽ വെച്ചിരിക്കുന്ന ഈ ലൈറ്റുകളാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിയാലും അറിയാം, അധികം ഒന്നും വലിയ ഇൻറ്റീരിയറൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ഈ വീടിൻ്റെ, കണ്ണൂർ വെട്ടുകല്ലാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.